പിന്നെ ചേച്ചിയോട് പറയാനുള്ള വെച്ച് കഴിഞ്ഞാല് ഞാൻ ഏട്ടനായിട്ട് പോകുന്നുണ്ട്. ചേച്ചിക്ക് അതായത് ഏട്ടനെ ഞാൻ അവിടെ പിടിച്ച് കൊണ്ടുപോകാനോ അങ്ങനല്ല കൊണ്ടുപോകണം. ചേച്ചിക്ക് എപ്പോ കാണാൻ തോന്നുന്നു പറഞ്ഞു കഴിഞ്ഞാലും ഏട്ടനെ ഞാൻ ഞങ്ങൾ അത്ര ഇഷ്ടത്തിലാണ്, വർഷങ്ങളോളായിട്ട് ഞങ്ങൾ ഇഷ്ടത്തിലാണ്. 2 ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, സ്വന്തം ചേച്ചിയുടെ ഭർത്താവായിട്ട് ഒളിച്ചോടിപ്പോയ അനിയത്തിയുടെ ഒരു കഥ. ഓക്കെ, ആ വീഡിയോ എല്ലാവരും കണ്ടു കാണും. അവനും ഒട്ടും മോശമൊന്നുമില്ല, കാരണം രണ്ടും കൂടെ ചുമ്മന സമരം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിനകത്ത്. സത്യം പറഞ്ഞ് ഈ ലോകം എങ്ങോട്ട് തന്നെ പോവാന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന കാര്യങ്ങളുള്ളൂ. ആ പെണ്ണിന് 10-28 വയസ്സുണ്ട്, അദ്ദേഹത്തിനാണെങ്കിൽ 2 മക്കളും ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 19ാമത്തെ വയസ്സിൽ തുടങ്ങിയ പ്രണയം കാര്യങ്ങളോ എന്നൊക്കെ പറയുന്നു. നിനക്കൊക്കെ ഉളുപ്പുന്നാണോ ഇല്ല, ഇങ്ങനെ എന്താ പറയണ്ടേ? ഞാൻ ആ വേടി കൂടെ ഉപയോഗിക്കുന്നില്ല. ഞാൻ ചിലപ്പോൾ അത് കൂടും. എൻ്റെ ചാനലിൽ ഞാൻ അങ്ങനെ പറയത്തൊന്നുമില്ല. എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഞാൻ അങ്ങനെ വല്ലതും പറയാറുണ്ട്. ഓക്കെ, പുതിയൊരു എക്സ്പ്ലനേഷൻ ആയിട്ട് അവൾ വന്നിട്ടുണ്ട്, നമുക്കതൊന്ന് കണ്ടു നോക്കാം. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ അവൻ പറയാൻ ചെയ്തു ഞാൻ 3 ആൾക്കാരെ കൊണ്ടുപോകാൻ വേണ്ടി വരുന്നുണ്ട്. ഞാൻ വെച്ചിട്ട് 3 അനിയത്തിമാരും വല്ലതും ഉണ്ടോ എന്ന് കരുതി പോയതാ. എന്തായാലും നല്ല തൊലിക്കട്ടിയും കാര്യങ്ങളും ഒക്കെയാണ്. നമ്മുടെ നാടിപ്പോൾ എങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക എന്നൊന്നും എനിക്കറിയത്തില്ല. പിന്നെ അതുപോലെ തന്നെ ഇൻസ്റ്റയിലൊക്കെ പെൺകുട്ടികൾ ഡാൻസും കാര്യങ്ങളൊക്കെ, ഇപ്പോഴത്തെ ട്രെൻഡ് ഡാൻസ് ഒക്കെ ഉണ്ടല്ലോ, എക്സ്പോസ് ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ബാക്ക് വശം കാണിക്കാം, ഫ്രണ്ട് വശം കാണിക്കാം, എടുത്തറിയുന്ന രീതി ഓരോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെ കമൻസും കാര്യങ്ങളൊക്കെ പച്ചയ്ക്കായിരിക്കും. ഇപ്പോഴത്തെ യൂത്ത് തലമുറ 2Ks, ഞാൻ അവരെ കുറ്റം പറയുന്നൊന്നുമില്ല, നമ്മളും അവരുടെ വൈബും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുള്ളൂ. പക്ഷേ ഇതൊക്കെ പച്ചയ്ക്ക് എഴുതുമ്പോൾ നിൻ്റെയൊക്കെ കുടുംബത്തിലുള്ളവർ ഇതൊക്കെ കാണും. ഈ കമൻറ്റും കാര്യങ്ങളൊക്കെ റെക്കമെൻഡേഷനൊക്കെ പോകുമ്പോൾ നിൻ്റെയൊക്കെ ആയിരിക്കും ആദ്യം വന്ന് കിടക്കുന്നത്. അതുപോലെ ആലോചിച്ചാൽ നല്ലതായിരിക്കും. ആ കൂട്ടത്തിൽ നിൻ്റെ പെങ്ങളെയോ അനീത്തിമാരോ അല്ല പെങ്ങളുടെ കൂട്ടുകാരിമാരോ ഒക്കെ കാണുമ്പോൾ തന്നെ അവിടെ ചേട്ടൻ ഇങ്ങനെ തന്നെ വിലയിരുത്തൊക്കെ ചെയ്യും. അതിൻ്റെ അഡ്വാൻസ് ആയിട്ട് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, നമ്മൾ ആ വീഡിയോയിലോട്ടൊന്ന് പോവാം. പിന്നെ ചേച്ചിയോട് പറയാനുള്ള വെച്ച് കഴിഞ്ഞാല് ഞാൻ ഏട്ടനായിട്ട് പോകുന്നുണ്ട്. ചേച്ചിക്ക് അതായത് ഏട്ടനെ ഞാൻ അവിടെ പിടിച്ച് കൊണ്ടുപോകാനോ അങ്ങനല്ല കൊണ്ടുപോകണം. ചേച്ചിക്ക് എപ്പോ കാണാൻ തോന്നുന്നു പറഞ്ഞു കഴിഞ്ഞാലും ഏട്ടനെ ഞാൻ വിടും. ഞാൻ ഇപ്പൊ രണ്ടാമത് പിടിച്ചിരിക്കാനോ അങ്ങനെ ഞാൻ നിൽക്കില്ല. പിന്നെ ഏട്ടനില്ലാണ്ട് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. അതുതന്നെയാണ് ഞാൻ ഈ ഒരു കളി കളിക്കുന്നത്. ഞങ്ങളെ പിന്നാലെ ചേച്ചിക്ക് എപ്പോൾ ആവശ്യം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ചേച്ചിക്ക് എപ്പോൾ കാണണമെങ്കിലും ചേട്ടനെ കാണാം. ഓക്കെ, നല്ല വഴി കൊടുക്കുന്ന അനിയത്തി. ഞാനൊരു കാര്യം പറയട്ടെ മോളെ, നീ ഇപ്പോൾ അയാളോട്ട് സ്നേഹിച്ച് ഇപ്പം ഇഷ്ടച്ച് ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് പിന്നെ എന്തിനാ അവനെ വിട്ടുകൊടുക്കാൻ പോകുന്നത്? എന്തിനാ ചേച്ചിക്ക് എപ്പോഴും കാണാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത്? പറ. എന്നാൽ പിന്നെ നിങ്ങൾക്ക് 2 പേർക്കും കൂടെ ഒരുമിച്ച് അങ്ങ് അയാളെ കൊണ്ടു നടന്നാൽ പോരെ? ഞാൻ എടുത്തു പറയാം, നമ്മളിപ്പോൾ ഒരു റിലേഷൻ ഇരിക്കുകയാണെങ്കിൽ ഒരു പെണ്ണ് വന്നിട്ട് പറയും നീ കുഴപ്പമില്ല, ഏതെങ്കിലും ഒരു പെണ്ണിൻ്റെ കൂടെ നടന്നാലും നീ ചിരിച്ചാലും എനിക്ക് നിന്നെ ഭയങ്കര വിശ്വാസം, അങ്ങനെ പറയുന്ന ഏത് അവൾമാരാണെങ്കിലും ഒരിക്കലും അവൾമാരെ വിശ്വസിക്കരുത് കേട്ടോ. കാരണം ഇങ്ങനെ പോകുന്ന അവൾമാരെ ഇങ്ങനെ പറയത്തുള്ളൂ. നമ്മുടെ ചെക്കന് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് സ്നേഹം കൊണ്ടൊന്നുമില്ല. അവൾമാർക്ക് ഏത് രീതിയിലും തോന്നിയ രീതി പോവുകയും ചെയ്യാം. നമ്മൾക്ക് സംശയം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പെണ്ണുങ്ങളുടെ ഒരു അളവ് തന്നെ ഉള്ള കാര്യം ഞാൻ തുറന്നു പറയാം. എന്തായാലും നീ ബാക്കിയും കൂടെ പറ, നിന്റെ കേൾക്കട്ടെ. മാത്രല്ല ഒന്നും കൂടെ ഏട്ടനുണ്ട്. പോണന്റെ 2 ദിവസം മുന്നേ ഒരു വീഡിയോ എടുക്കാൻ കാരണം എനിക്ക് സാലറി കിട്ടുന്ന ഒരു ഡേറ്റിന്റെ രീതിയിലാണ്. തിങ്കളാഴ്ച കിട്ടുള്ളൂ, തിങ്കളാഴ്ച പോവുകയും ചെയ്യും. 19 വയസ്സ് മുതൽ തുടങ്ങിയിട്ടുള്ള ഇഷ്ടം. എനിക്ക് 22 വയസ്സിന് കളിക്കാനാണ് പറയണത്. ആരും അന്വേഷിക്കാൻ വന്നാലും ശരി, ഒരിക്കലും ഏട്ടനൊക്കെ പോകുന്നില്ല. ഇതിന്റെ മുന്നേ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടാവും. ഞാൻ ഈ വീഡിയോ എടുക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഞങ്ങള് പോവാണ്, ഈ തിങ്കളാഴ്ച പോകും. കാത്തിരുന്ന് എന്തുകൊണ്ടാ വെച്ച് കഴിഞ്ഞാൽ എന്റെ സാലറി കിട്ടാൻ വേണ്ടിട്ടായിരുന്നു. സാലറി കിട്ടേണ്ട ആ ഒരു ഡേറ്റ് വരെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. പിന്നെ ഇതിന്റെ പേരിൽ ആരും ഞങ്ങൾ അന്വേഷിച്ച് വരാനാണ് ഒന്നും നിൽക്കരുത്. കാരണം എനിക്ക് എന്റെ ഇഷ്ടമുണ്ട്. എനിക്ക് 22 വയസ്സായിട്ട് എനിക്ക് എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനാണ് എനിക്ക് താല്പര്യം. ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ആരും ഞങ്ങളെ അന്വേഷിക്കാനോ ഒന്നിനും വരരുത്. എനിക്ക് എന്റേതായ ഇഷ്ടം കാര്യങ്ങളുണ്ട്. ഞങ്ങൾ അന്വേഷിച്ച് പിടിച്ചിട്ട് ഞങ്ങൾ പോകണം. ഏതൊരു കേസ് കോടതിയിലായാലും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. 22 വയസ്സ് എന്തോ പറയാനാ? ഈ പ്രായം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രായത്തിലുള്ളവരെയൊക്കെ ഉപദേശിക്കാൻ ചെല്ലുവാണെങ്കിൽ പറയും നിങ്ങളൊക്കെ തന്ത വൈബാണ്, മറ്റേ വൈബാണ്, മറിച്ച വൈബാണ്. ഞാനിപ്പോൾ ഒരു കാര്യം പറയാം നിങ്ങളോട്, നിങ്ങൾ കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ആകുമ്പം ഇതിൻ്റെ അപ്പുറം കാണേണ്ടി വരും. അപ്പം പഠിക്കും, നീയൊക്കെ പഠിക്കും. സമൂഹം എനിക്ക് തോന്നുന്നില്ല സമൂഹം എന്ത് വിചാരിക്കും അത് വിചാരിക്കുന്നൊന്നും തോന്നുന്ന ഒരു തലമുറയാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്തായാലും 22 കാര്യമായിട്ട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, അവൻ നിന്നെ പൊന്നുപോലെ നോക്കുന്നത് നിനക്ക് വല്ല ഉറപ്പുണ്ടോ? എനിക്ക് ഒട്ടും തോന്നുന്നില്ല. കാരണം നിന്റെ ചേച്ചിയെ കൊണ്ട് നടന്നിട്ട് 2 കുട്ടികളുമായിട്ട് അന്നേരത്തെ സുഖത്തിന് വേണ്ടി നിന്നെ കൊണ്ട് കിടക്കുമ്പോൾ അവൻ വേറെ സുഖം നോക്കി പോകത്തില്ലെന്ന് എന്താ ഉറപ്പ്? ഈ പറയുന്നത് നീയും ഒട്ടും മോശമൊന്നുമല്ല. ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ഞാൻ അറിഞ്ഞ വാർത്ത എന്താണെന്ന് വെച്ചാൽ അവൻ കെട്ടുമ്പടക്കായിട്ട് പോയെന്ന് പറയുന്നുണ്ട്. അവൻ അപ്പം കാണുന്നവൻ അപ്പാന്ന് വിളിക്കുന്ന പോലെ തന്നെ ഇവളും അതുപോലെ തന്നെയാണ്. എഴുതിയിട്ട് ഞാൻ ഒപ്പിട്ട് തരാം. എന്തായാലും സമൂഹം എങ്ങോട്ട് പോകുന്നൊന്നും എനിക്കറിയത്തില്ല. നമുക്ക് ജസ്റ്റ് ഇത് വന്ന് ഇവിടെ ഒരു കണ്ടന്റ് ആയിട്ട് ഇവിടെ സംസാരിക്കാൻ മാത്രമേ ഇവിടെ പറ്റത്തുള്ളൂ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കാണുന്നവരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സ് ആയിട്ട് കൊടുക്കുക. ബൈ, ലവ് യു ഓൾ.